യേശുവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. ഈ തപസ് കാലത്ത് നാം ഓരോരുത്തരും പ്രാവർത്തികമാക്കേണ്ട ഒരു പുണ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കരുണ എന്ന പദം വലിയ അർത്ഥം പേറുന്ന ഒരു പദമാണ്. മറ്റുള്ളവരോട് തോന്നുന്ന സഹതാപത്തേക്കാൾ ഉപരിയായി അവരോട് താതാത്മ്യം പ്രാപിക്കുകയും എല്ലാവിധത്തിലും അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമാണ് അത്. സ്നേഹവും നീതിയും ഉപവിയും സഹതാപവുമെല്ലാം ഒത്തുചേരുന്ന ഒരു പദം. ലഭിക്കുന്നവൻ്റെ യോഗ്യതയേക്കാൾ കൊടുക്കുന്നവൻ്റെ വലിപ്പമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അർഹതയുള്ളവന് അർഹതപ്പെട്ടത് നൽകുന്നതാണ് നീതിയെങ്കിൽ അതിനെല്ലാം ഉപരിയാണ് കരുണയുടെ സ്ഥാനം. ഇവിടെ യാതൊരു അർഹതയുമില്ലാത്തവന് പോലും സമൃദ്ധമായി നൽകുന്നതാണ് അത്. ലഭിക്കുന്നവൻ്റെ യോഗ്യതയല്ല, നൽകുന്നവൻ്റെ ഹൃദയവിശാലതയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പാപം ചെയ്ത് എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനോട് കരുണ കാണിക്കുവാൻ പിതാവ് തയ്യാറാകുന്നത്. കർത്താവേ, കരുണ തോന്നണമേ എന്ന് നമ്മൾ കേണ് അപേക്ഷിക്കുമ്പോൾ എല്ലാം മറന്ന് നമ്മളെ കോരിയെടുത്ത് മാറോട് ചേർക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കരുണ. എല്ലാവരെയും തുല്യമായി കാണുകയും വലിപ്പ ചെറുപ്പമില്ലാതെ ഒരേ മനോഭാവത്തോടെ അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് കരുണയുടെ പ്രതിഫലനം. ഇതിൻ്റെ പൂർണ്ണതയായ പിതാവായ ദൈവത്തെ പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണം എന്നതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. പിതാവായ ദൈവത്തിൻ്റെ ഈ കരുണയുടെ 4 പ്രത്യേക സ്വഭാവത്തെയാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. 1, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുവാനായി നിങ്ങളും മറ്റുള്ളവരെ വിധിക്കരുത് എന്നവിടുന്ന് ആവശ്യപ്പെടുന്നു. കരുണയുടെ 1ാമത്തെ ഭാവമാണ് വിധിക്കാതിരിക്കുക എന്നത്. എന്തിനേയും ഏതിനേയും വിധി കൽപ്പിക്കുവാനുള്ള സ്വഭാവം മനുഷ്യ സഹജമാണ്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം സത്യമായിരിക്കണമെന്ന് ഇല്ല. നിരപരാധികളെയും നിഷ്കളങ്കരെയും വിധിക്കുവാൻ നാം പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. സത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ കേൾക്കുന്നത് മാത്രം കൊണ്ട് നാം വിധി പ്രസ്താവിക്കുമ്പോൾ അത് മറ്റുള്ളവരെ വളരെയധികം വേദനിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ യേശു പറയുന്നു, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും മറ്റുള്ളവരെ വിധിക്കരുത്. കരുണയുടെ 2ാമത്തെ ഭാവമാണ് മറ്റുള്ളവർക്കെതിരെ കുറ്റം ആരോപിക്കരുത് എന്നത്. യേശു പറയുന്നു, നിങ്ങൾക്കെതിരെ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കരുത്. മറ്റുള്ളവർക്കെതിരെ നീ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകളെല്ലാം നിനക്കെതിരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. സ്വന്തം തെറ്റുകൾ പോലും മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ എന്നതാണ് പലപ്പോഴും നമ്മളുടെ മനോഭാവം. അതിൽ നിന്ന് മാറി ഈ തപസ് കാലത്ത് ഐ ആം ഓക്കെ യു ആർ ഓൾസോ ഓക്കെ എന്ന മനോഭാവത്തിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം. 3ാമതായി യേശു നമ്മോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നതാണ്. യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ക്ഷമയുടെ പാഠമാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇത് വളരെ വ്യക്തമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കാതലായ ഭാഗം. ക്ഷമ എന്ന പുണ്യം ഇത് ഏറെ ദുഷ്കരമായി കാണുന്ന ഒന്നാണ്. ക്ഷമിക്കുന്നത് ബലഹീനതയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബലഹീനൻ്റെ ആയുധമായിട്ടാണ് ക്ഷമയെ പലപ്പോഴും കണക്കാക്കുന്നത്. അതിനാൽ യേശു പഠിപ്പിക്കുന്നു,
ക്ഷമിക്കുക എന്നത് ബലവാന്റെയും ശക്തൻ്റെയും ആയുധമാണ്. അതിനാൽ നിങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളോടും ക്ഷമിക്കുകയുള്ളൂ. അതിലൂടെ ദൈവവും നിങ്ങളോട് പൂർണ്ണമായി ക്ഷമിക്കും. അവസാനമായി, കരുണയുടെ 4ാമത്തെ ഭാവമാണ് കൊടുക്കുക എന്നത്. എല്ലാവർക്കും വ്യവസ്ഥകളില്ലാതെ കൊടുക്കുന്നവനാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരോടുള്ള പരിഗണനയുടെ ഭാഗമായി നിങ്ങൾ കൊടുക്കണം. ധർമ്മദാനം ഒരിക്കലും നഷ്ടമല്ല എന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അത് നമ്മെ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുമുള്ളൂ. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്നവന് 100 ഇരട്ടി പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. അതിനാൽ ധർമ്മദാനം നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ തപസ് കാലത്ത് ദൈവപിതാവിനെ പോലെ കരുണയിൽ വളരുവാൻ, അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സാധിക്കുന്ന വിധത്തിൽ അവരെ സഹായിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മളും യഥാർത്ഥ ദൈവമക്കളായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.